സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രാഷ്ട്രീയം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചുകുട്ടിയാണ്. അവരുടെ രക്തത്തിൽ കലർന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ആ ചാടുന്ന കണ്ട. അതാണ് അത്. വീറും വാശിയും ആണ് മലപ്പുറം ജില്ലയിൽ. പിന്നെ ഏത് കാര്യത്തിനായിരുന്നാലും അത് രക്തത്തിലാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ഫുട്ബോള് നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ശരി, ഫുട്ബോളിൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല, അതിലുള്ള അവിടെയുള്ള കുട്ടികൾ, അത് മുതിർന്നവരാവട്ടെ കൊച്ചു കുട്ടികളാവട്ടെ, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ്. ബ്രസീലും അർജന്റീനയും പോലെയാണ് മലപ്പുറം ഫുട്ബോളിന്റെ കാര്യത്തിൽ. അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. പച്ചക്കൊടിയുടെ പവർ കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി വേറെയുണ്ടോ? ഈ കൊടിയേന്തിയ കൈകൾ കണ്ടോ, വിജയക്കൊടി പാടാത്ത നാടുണ്ടോ? ഈ പച്ചക്കൊടിയുടെ പവർ കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി. അപ്പോ കണ്ടില്ലേ, നിങ്ങൾ കളിക്കുന്നത് കാണുന്നുണ്ടോ? ഇതുപോലെ എവിടെയുണ്ട്? അത് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. ഇതൊക്കെ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നവർ ഒരുപാടുണ്ട് കേരളത്തില്. മുസ്ലിം സമുദായത്തിലുള്ളവരുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാര് കൂടുതലും പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാറില്ല. മൈക്ക് വെച്ച് കെട്ടിയിട്ട് പിന്നെ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് സമുദായത്തിലുള്ളവരെ കുറ്റം പറയാറില്ല. രാഷ്ട്രീയം പറയും, അല്ലാതെ പിന്നെ വ്യക്തിഹത്യ നടത്താറില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ ഗുണമെന്ന് പറയുന്ന ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്തതാണ്. പിന്നെ ഇതിന് ചില അപവാദങ്ങളുണ്ട്. ചില ആൾക്കാർ പിന്നെ പറയുന്നുണ്ട്, അതായത് KM ഷാജിയെ പോലുള്ളവർ. അദ്ദേഹം കുറച്ചുകൂടെ മിതത്വം പാലിക്കണം, സംസാരത്തിൽ മിതത്വം പാലിക്കണം. മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. എപ്പോഴും ദളിത്, പിന്നോക്ക സമുദായങ്ങൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ്. പിന്നോക്കം നിൽക്കുന്ന ആർക്കും, അതിന് ഏത് സമുദായമാവട്ടെ, അവർ കൂടെ ഉണ്ടാവും എപ്പോഴും. നമ്മൾ പല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണവർഗവും ഒക്കെ കളിയാക്കി. പിന്നെ നമ്മുടെ വയനാടിലെ ഉരുൾപൊട്ടലിലെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അവർ കളിയാക്കി. ഇപ്പോ കണ്ടതാണ്. ശിഹാബ് തങ്ങളും നമ്മുടെ മുലമറി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോയ ആ വീടിന്റെ പണികളൊക്കെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽപ്പെട്ട കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ജനങ്ങളൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. ഓക്കെ. പച്ചക്കൊടിയുടെ പവർ കണ്ടോ, ഇതുപോലൊരു പൂങ്കൊടി വേറെയുണ്ടോ? ഇതെല്ലാം കണ്ടുപഠിക്കണം. കേരളത്തിലെ ആയിരുന്നാലും പിന്നെ ഇന്ത്യയിലെ ആയിരുന്നാലും ലോകത്തുള്ള ബാക്കി ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ അവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇത് കണ്ടുപഠിക്കണം. മുസ്ലിം ലീഗിനെയും KMCCയെയും കണ്ടാണ് പഠിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഏത് സമുദായമായിക്കൊണ്ട് പോട്ടെ, അതവിടെ ഒരു പ്രശ്നമേ അല്ല. ആഹാരം കൊടുക്കുന്നതായിരുന്നാലും ശരി, സഹായം ചെയ്യുന്നതായിരുന്നാലും ശരി, വീട് വെച്ച് കൊടുക്കുന്നതായിരുന്നാലും ശരി, തർക്കങ്ങൾ പരിഹരിക്കുന്നതായിരുന്നാലും ശരി, ഏത് സമുദായക്കാരാവട്ടെ, പാണക്കാട് കുടുംബം എപ്പോഴും സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്. അവിടെ എപ്പോഴും അവരുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് സമയവും വരാം, ആരുടെ പരാതിയും കേൾക്കും. പരിഹാരം ഉണ്ടാക്കേണ്ടത് അപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അതാണ് മുസ്ലിം ലീഗ്, അതാണ് മലപ്പുറം. കണ്ടുപഠിക്കട്ടെ ജനങ്ങൾ. നന്ദി, നമസ്കാരം.